അങ്ങനെ കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വധൂവരന്മാർ വരന്റെ വീട്ടിലേക്ക് മടങ്ങി. കാറിൽ രണ്ടുപേരും അടുത്തിരുന്നെങ്കിലും രണ്ടുപേരും പരസ്പരം നോക്കാതെ പുറത്തേക്ക് നോക്കി തിരിഞ്ഞു. മായ മുഴുവൻ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ചേച്ചി എന്ത് പണിയാ ചെയ്തത്? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ചേച്ചിയുടെ കാരണം എനിക്ക് ഇങ്ങനൊരു വിധി വന്നല്ലോ. അരുൺ സാറിനെ എനിക്ക് പണ്ടേ പേടിയാ. ആരോടും മിണ്ടില്ല. ഫുൾ ഗൗരവവും. ഇനി വീട്ടിൽ എങ്ങനെ ആകുമോ ആവോ. ചേച്ചിക്ക് കല്യാണക്കാര്യം വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, എൻ്റെ ഇംഗ്ലീഷ് സാറാണ്, ഭയങ്കര ഗൗരവക്കാരനാ എന്നൊക്കെ. ഇപ്പോൾ ആ ആള് തന്നെ എൻ്റെ തലയിലായി. ഇനി അടുത്തത് എന്ത് സംഭവിക്കൂ എൻ്റെ ഈശ്വരാ. അങ്ങനെ അവളുടെ ചിന്തയിൽ പലതും വന്നു മറഞ്ഞു. അരുണാണെങ്കിൽ ഇപ്പോഴും ഗൗരവത്തിൽ തന്നെ ഇരിപ്പാ. അങ്ങനെ വീടെത്തി. അരുണിൻ്റെ അമ്മ മായയെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. അവളും സന്തോഷത്തോടെ വീടിനകത്ത് പ്രവേശിച്ചു. എന്തായാലും നടന്നത് നടന്നു. ഇനി സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാം എന്നവൾ മനസ്സിനെ പാകപ്പെടുത്തി. വന്ന ബന്ധുക്കളെല്ലാം പുതിയ വധുവിനെ കണ്ട് കുശലാന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു തുടങ്ങി. നേരം രാത്രിയായി തുടങ്ങി. രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും അരുൺ മായയുടെ എതിരെ ആയിരുന്നു ഭക്ഷണം കഴിക്കാനിരുന്നത്. മായ ഇടകണ്ണിട്ട് അരുൺ സാറിനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളെ ആര് നോക്കണ്? ആരും ശ്രദ്ധിക്കുന്നേയില്ല. മായ മനസ്സിൽ പറഞ്ഞു, ഇതെന്ത് സാധനമാ. കോളേജിൽ ഒരുത്തൻ പോലും എൻ്റെ പുറകെ വരാതിരുന്നിട്ടില്ല. എന്നെ കല്യാണം കഴിച്ചിട്ട് ഒന്ന് നോക്കുന്നു പോലും ഇല്ല. ഇങ്ങേരെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും കൃഷ്ണ? എന്നെ കാത്തോളനെ. അതും പറഞ്ഞ് അവൾ ഭക്ഷണം വേഗം കഴിച്ചു എഴുന്നേറ്റു. കഴിച്ച പാത്രമെല്ലാം കഴുകി വെച്ചു. നേരെ മുറിയിലേക്ക് പോയി. ഇന്ന് നടന്ന സംഭവത്തിൽ അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. വേഗം ബാത്റൂമിൽ പോയി കുളിച്ച് വൃത്തിയായി. അലമാരയിൽ തൻ്റെ ചേച്ചിക്കായി മേടിച്ചു വെച്ച വസ്ത്രങ്ങൾ നോക്കി അവൾ ഒന്ന് സങ്കടപ്പെട്ടു. കണ്ണീർ തുളച്ച് അതിൽ നിന്നും ഒരു ചുരിദാർ എടുത്തിട്ടു. മായയും നീതും ഒരേ വലിപ്പം ആയിരുന്നു. അതുകൊണ്ട് ആ വസ്ത്രങ്ങളെല്ലാം അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു. അവൾ മുടിയെല്ലാം അഴിച്ചിട്ട് നീളത്തിലുള്ള മുടി ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ടേബിൾ ഫാൻ ഓണാക്കി അവിടെ ഇരുന്ന് മുടി ഉണക്കാൻ തുടങ്ങി. ആ കാറ്റിൽ അവളുടെ മുടി പറന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അരുൺ റൂമിലേക്ക് കടന്നു വന്നത്. ഒരു നിമിഷം മായയുടെ സൗന്ദര്യത്തിൽ അവനൊന്ന് തരിച്ചു നിന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിന്നു. പെട്ടെന്ന് തന്നെ അരുൺ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്തു. റൂമിൻ്റെ കതക് കുറ്റിയിട്ട് ഒരു തോർത്തും എടുത്ത് കയ്യിലെടുത്ത് നേരെ കുളിക്കാൻ പോയി. മായ മുടിയെല്ലാം ഉണക്കിയതിനു ശേഷം നേരെ കട്ടിലിനരികെ പോയിരുന്നു. അവൾ വരുമ്പോൾ അവളുടെ ഫോണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നെറ്റ് ഓൺ ചെയ്തു. കുറേ വാട്സപ്പ് മെസ്സേജുകൾ ചറപറ വന്നുകൊണ്ടിരുന്നു. അവളുടെ കോളേജ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഫുള്ളായും മായയുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ചർച്ചയായിരുന്നു. അവൾ എല്ലാവർക്കുമായി ചിരിയോടെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. ഫ്രണ്ട്സ്, എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ പോലും അറിയാതെ എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മായയുടെ ബെസ്റ്റ് ഫ്രണ്ട് ശിവനിയുടെ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് പേഴ്സണൽ മെസ്സേജ് വന്നതായിരുന്നു. എന്താ ഇനി ശിവന്യെ അയച്ചിരിക്കുന്നത് എന്ന് അവൾ പെട്ടെന്ന് വോയിസ് ഓൺ ചെയ്തു. ഡീ മോളെ, ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണ്. സൂക്ഷിച്ചു കണ്ടൊക്കെ നിൽക്കുക. എല്ലാം ഒരു മയത്തിലൊക്കെ. അവൾ ചിരിച്ചുകൊണ്ട് ആ വോയിസ് ഇടുന്നത്. ഇതെല്ലാം ബാത്റൂമിൽ നിന്ന് അരുൺ കേൾക്കുന്നുണ്ട്. അവൻ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒരു ദേഷ്യഭാവവും. മായ ആ വോയിസിന് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. നീ പോടി, നിന്നെ കോളേജിൽ വന്ന് ഞാൻ ശരിയാക്കി തരാം. സാറിനെ കാണുമ്പോൾ തന്നെ പേടിയാ. പിന്നെ എന്നെ മൈൻഡ് തന്നെ ചെയ്യുന്നില്ല. ആ ആൾക്കല്ല ആദ്യ രാത്രി. അതും പറഞ്ഞ് ആ ഫോൺ അവിടെ വെച്ച് അവൾ അവിടെ ഇരുന്നു. അരുണിൻ്റെ കുളി കഴിഞ്ഞ് അവൻ പുറത്തു വന്നു. അലമാരിൽ നിന്നൊരു മുണ്ട് മാത്രം ഇട്ടു മുടിയെല്ലാം തോർത്തി കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നു. കട്ടിലിൽ ഇരുന്നു. മായക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. പെട്ടെന്ന് മായയോട് പറഞ്ഞു, ഇന്ന് നടന്നതൊന്നും എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം കലങ്ങി തെളിയാൻ കുറച്ച് സമയമെടുക്കും. പ്ലീസ് ഒന്നും വിചാരിക്കരുത്. എന്നെ ഭാര്യയായി ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് സാവകാശം തരണം. ഞാൻ കിടക്കുന്നു. ഭയങ്കര ക്ഷീണം. നീ കിടക്കുന്നില്ലേ? ചെറുതായി മായയും മൂളി. അതും പറഞ്ഞ് അരുൺ കിടന്നു. മായയും അപ്പുറത്ത് കിടന്നു. എന്നിട്ട് പിറുപിറുത്തു, ഓ ഇതാ ഇപ്പോൾ ആദ്യ രാത്രി.
ഒന്ന് സംസാരിക്കാനൊക്കെ നിന്നൂടെ? വല്ലാത്തൊരു ചൂടൻ തന്നെ. ഞാനും ഉറങ്ങട്ടെ. സത്യത്തിൽ അരുൺ ഇതൊക്കെ വെറുതെ പറഞ്ഞതാ. മായയെ പോലൊരു കുട്ടിയെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? ഇപ്പൊ തന്നെ അവളോട് അടുത്താൽ രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കാൻ കഴിയില്ല. പരസ്പരം മനസ്സിലാക്കി ജീവിതം തുടങ്ങാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുവരെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതാണ് അരുണിൻ്റെ മനസ്സിൽ എന്നറിയാതെ മായ ഒരു ഭാഗത്ത് കിടന്നു. നേരെ വെളുത്തതും അവൾ കുളിച്ചു റെഡിയായി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ അടുക്കളയിൽ പണിയിലായിരുന്നു. അമ്മയുമായി അവൾ സംസാരിക്കാൻ തുടങ്ങി. അമ്മേ, ഇന്നെന്താ പ്രാതൽ? ഇഡ്ഡലിയും സാമ്പാറും, അമ്മ പറഞ്ഞു. ഞാനും സഹായിക്കാം അമ്മേ. ശരി മോളെ. അരുൺ എങ്ങനെയുണ്ട് മോളെ? അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ അമ്മ പറയാൻ തുടങ്ങി. ആളൊരു ചൂടനാണ്, പക്ഷെ ഒരു പാവാണ്. എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ മായ മനസ്സിൽ പറഞ്ഞു, അത് ഞാൻ ഇന്നലെ കണ്ടു. മോൾ എന്താ ഒന്നും മിണ്ടാത്തേ? കഴിഞ്ഞ കാര്യങ്ങളൊന്നും മോൾ ഇനി ഓർക്കേണ്ട. ഇപ്പോൾ മായമോളാണ് ഞങ്ങളുടെ മരുമകൾ, എൻ്റെ അരുൺമോൻ്റെ ഭാര്യ. നീയും അവന് സന്തോഷമായി ഇരുന്നാൽ മതി ഞങ്ങൾക്ക്. ആ അമ്മ, എൻ്റെ അടുത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ടും വിഷമവും ഞാൻ ഉണ്ടാക്കില്ല. അരുണേട്ടനെ ഞാൻ എൻ്റെ ഭർത്താവായി തന്നെയാണ് കാണുന്നത്. എനിക്കിഷ്ടവുമാണ്. പിന്നെ എല്ലാം മനസ്സിലാക്കി വരാൻ ടൈം എടുക്കും. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് അമ്മ. അരുൺ താഴെ ഡൈനിങ് ഹാളിൽ അടുത്തുള്ള സോഫയിൽ ഇരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആള് കൊള്ളാലോ, അമ്മേനെയും കുപ്പിയിലാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും മായയെ ബോധിച്ചല്ലോ. ഞാൻ പെട്ടെന്നൊന്നും പിടികൊടുക്കൂല. ഇനി കോളേജിൽ പോകുമെന്ന് ഓർക്കുമ്പോഴാ തല പെരുക്കുന്നത്. മായ ഫൈനൽ ഇയർ ആയിരുന്നു. നാളെ മുതൽ അവളും കോളേജിൽ പോകും. ഇന്ന് രണ്ടുപേരും കൂടി മായയുടെ വീട്ടിൽ പോകും. അവിടെ വിരുന്നുണ്ട്. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ മായ റെഡിയാവുകയാണ്. അപ്പോഴാണ് അരുൺ റൂമിലേക്ക് വന്നത്. മായ മുടി ചീകുമ്പോൾ അലമാരയിൽ നിന്ന് അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ അവൻ നോക്കുന്നു. അലമാരയുടെ മിറയിൽ മുൻപിലായി അവൾ മുടി ചീകുകയാണ്. അരുൺ ഡ്രസ്സ് എടുക്കുമ്പോൾ രണ്ടുപേരും കൂട്ടിയ ഡ്രസ്സുണ്ട്. കണ്ണാടിയിലൂടെ രണ്ടാളും നോക്കുന്നുണ്ട്. പെട്ടെന്ന് അരുൺ കണ്ണു വെട്ടിച്ചു. അവൻ്റെ ഡ്രസ്സ് എടുത്ത് മാറി നിന്നു. മായ മുടിയെല്ലാം ചീകി പോകാൻ റെഡിയായി. അരുണേട്ടാ, ഞാൻ റെഡി, പോകാം, മായ പറഞ്ഞു. രണ്ടാളും ഇറങ്ങി. ബൈക്കിലാണ് പോക്ക്. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. മായ ബൈക്കിൽ കയറാൻ അരുണിൻ്റെ തോളിൽ കൈവച്ചു. അപ്പോൾ അരുൺ മായ ഒന്ന് നോക്കി. അവൾ പെട്ടെന്ന് കൈ വലിച്ചു വേഗം കയറിയിരുന്നു. മായ ബൈക്കിൽ നിന്ന് പിറുപിറുക്കാൻ തുടങ്ങി. ഒന്ന് പിടിച്ചാൽ മാനിടിഞ്ഞൊന്നും വീഴില്ല. എന്തൊരു ചാടയാ. അവൾ പറയുന്നതെല്ലാം ബൈക്കിൻ്റെ ഗ്ലാസ്സിലൂടെ അരുൺ നോക്കി കാണുന്നുണ്ടായിരുന്നു. ചെറുപുഞ്ചിരിയോടെ അവൻ യാത്ര തുടങ്ങി. ഇടയ്ക്ക് ഗട്ടറിൽ ചാടുമ്പോൾ രണ്ടുപേരും കൂട്ടിമുട്ടുന്നുണ്ട്. മായ പുറകിൽ നിന്ന് പറയുന്നുണ്ട്, ഇനി കൂട്ടിമുട്ടുമ്പോൾ വല്ലതും പറയും, ഞാൻ തന്നെ നീങ്ങിയിരിക്കാം. അവളുടെ ഓരോ സംസാരം അരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ചെറുപുഞ്ചിരിയോടെ അവൻ ആസ്വദിക്കുകയാണ്. മായയുടെ വീടെത്തി. അച്ഛനും അമ്മയും അവരെ കണ്ടത് സങ്കടപ്പെട്ടു. മായ ബൈക്കിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു. കൂടെ അരുണും. അച്ഛനും അമ്മയും അരുണകത്തേക്ക് വിളിച്ചു. വാ മോനെ, കയറിയിരിക്ക്. അരുൺ അവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറി. ഇത് കണ്ട് മായ മനസ്സിൽ പറഞ്ഞു, എല്ലാവരോടും നല്ലതുപോലെ പെരുമാറും, എന്നോടും മാത്രം ഇങ്ങനെ. അച്ഛൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോൻ ഞങ്ങളോട് ക്ഷമിക്കണം. നീ ഇത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കരുതിയില്ല. അച്ഛാ, അത് സാരമില്ല അച്ഛാ, അതൊക്കെ കഴിഞ്ഞതല്ലേ. നിങ്ങൾ അതൊക്കെ ഓർത്ത് വിഷമിക്കണ്ട. എല്ലാം വിധി പോലെയല്ലേ നടക്കൂ, അരുൺ പറഞ്ഞു. മക്കൾ വാ, ഭക്ഷണം കഴിക്കാം, അച്ഛൻ അവരെ വിളിച്ചു. ഉച്ചഭക്ഷണം കഴിച്ച് ഒന്ന് മയങ്ങിയതിനു ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത്. മുകളിലാണ് മായയുടെ മുറി. മായ അരുണിന് മുറി കാണിച്ചു കൊടുത്തു. അരുണേട്ടാ, ഇതാണ് എൻ്റെ മുറി. അല്ല, നമ്മുടെ മുറി. അത് പറഞ്ഞതും അരുൺ മായ ഒരു നോട്ടം. അവൾ വേഗം കണ്ണെടുത്തു. രണ്ടുപേരും മുറിയിലേക്ക് നടന്നു. ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി കിടക്കാൻ തുടങ്ങി. മായക്ക് അരുണേട്ടനുമായി കുറേ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ കടുംപിടുത്തക്കാരനുമായി എങ്ങനെ സംസാരിക്കും? അവൾ ചിന്തിച്ചു. വേണ്ട, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ, അതാ ഇപ്പോൾ നല്ലത്. അത് വിചാരിച്ച് അവൾ കട്ടിൽ കയറി കിടന്നു. ഒരു വശത്ത് അരുണും. അവൻ പ്രത്യേകിച്ചൊന്നും സംസാരിക്കൊന്നുമില്ല. റൂമിൽ മുഴുവനായി മായയുടെ ഫോട്ടോകൾ. എല്ലാം മനോഹരമായിരുന്നു. അവളുടെ ഓരോ ഓർമ്മകൾ. അവളുടെ ജീവിതത്തിൽ നടന്ന അപ്രതീക്ഷിത വിവാഹത്തിൻ്റെ ഫോട്ടോ മാത്രമില്ല. അവനൊന്ന് ചിരിച്ചു.
ആ ദിവസം വല്ലാത്തൊരു ദിവസം തന്നെ ആയിരുന്നു. മായ എന്തുമാത്രം ധൈര്യത്തിലാണ് ആ സിറ്റുവേഷൻ തരണം ചെയ്തത്. അവളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, അരുൺ മനസ്സിൽ പറഞ്ഞു. പാവം മായ ഉറങ്ങിപ്പോയി. അരുൺ തിരിഞ്ഞു കിടന്നു അവളെ തന്നെ നോക്കി കിടന്നു. അവളെ ഒന്ന് തൊടണം, ചേർത്ത് പിടിക്കണം, ചുംബിക്കണം എന്നെല്ലാം അവന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ അവനത് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല, മനസ്സ് അനുവദിക്കുന്നില്ല. ശേഷം ഭാഗം അടുത്ത കഥയിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.